നിങ്ങൾ ഓൾഡ് ബോയ് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ കുഴപ്പമില്ല. 2003 ആ സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു പ്രതികാര സിനിമയാണത്. എല്ലാ സിനിമാ പ്രേമികളുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന സിനിമ കൂടിയാണത്. എന്തായാലും ആ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പാർക്ക് ചാങ് വൂക്ക് എന്ന ഡയറക്ടർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓൾഡ് ബോയെ പോലെ തന്നെ ഈ സിനിമയും ഒരു പ്രതികാര സിനിമയാണ്. പക്ഷേ ഈ സിനിമയിലെ പ്രതികാരം എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഇഷ്ടമായി. പലതരം പ്രതികാരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പ്രതികാരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇതിനു മുന്നേ എവിടെയും ഇതുപോലൊരു പ്രതികാരം കണ്ടിട്ടില്ല. സിനിമയുടെ വൺലൈൻ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ നായിക ഒരു കുട്ടിയെ കൊലപാതകം ചെയ്തു എന്നതിന്റെ പേരിൽ ജയിലാവാണ്. പക്ഷെ അവള് പറയാണ് അവളല്ല ഈ കൊലപാതകം ചെയ്തതെന്ന്. അങ്ങനെ 13 വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തു വരുന്ന അവള് ഈ കൊലപാതകം യഥാർത്ഥത്തിൽ ഈ കൊല ചെയ്തയാളെ തെരഞ്ഞു കണ്ടുപിടിച്ച് കൊല്ലാനായി വിചാരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്തായാലും ഞാൻ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2005 റിലീസ് ചെയ്ത ലേഡി വെഞ്ചൻസ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 13.5 വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. അവളുടെ പേരാണ് ജീന. സിനിമയിൽ അവളുടെ പേര് ഗൂം ജാ ലീ എന്നാണ്. പക്ഷെ ആ പേര് പറയാനായുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ജീന എന്ന് പറയുന്നത്. എങ്ങനെയാണേലും നമ്മുടെ ജീന പുറത്തിറങ്ങി വരുന്ന നേരം അവളെ കാത്തോണ്ട് ഒരു പള്ളിയിലച്ഛൻ, ഒരു പാസ്റ്റർ, ഒരു കരോൾ ടീമിനെയായിട്ട് കാത്തിരിക്കുക. അവളെ കാണുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ പാട്ട് പാടി ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. കൂടെ തന്നെ അവൾക്ക് കഴിക്കാനായി ഒരു കേക്ക് കൂടെ അങ്ങേര് മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പല കൊറിയൻ സിനിമകളിലും ഇതുപോലെ ജയിലിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി വരുമ്പോൾ ഇതുപോലൊരു കേക്ക് കൊടുക്കുന്ന കാണാം. ഇതിനു മുന്നേ ഒന്നും ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നയാളുടെ മനസ്സ് ഈ കേക്ക് പോലെയുള്ള മഞ്ഞ് പോലെ വളരെ ശുദ്ധമായിരിക്കട്ടെ എന്നുള്ള ചിന്തയിലാണ്. എന്നാൽ ഈ സമയത്താണ് ഈ പള്ളിയിലച്ഛനുമായി, അതായത് ഈ പാസ്റ്ററുമായി അവൾക്ക് എന്താണ് കണക്ഷൻ എന്ന് നമ്മൾ കാണിക്കുന്നത്. 13.5 വർഷങ്ങൾക്ക് മുന്നെയാണ് 6 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെ അവൾ കൊന്നു എന്നതിന്റെ പേരിൽ അവൾ ജയിലാവുന്നത്. എന്നാൽ അവളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം ടിവിയിലൂടെ കണ്ട ആ പാസ്റ്റർക്ക് മനസ്സിലായി അവൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ ചെന്നു അവളെ കണ്ടുമുട്ടി അവളുടെ മനസ്സ് തിരികെ ശാന്തമാകാനായി അവൾക്കായി ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയൊക്കെ അങ്ങേര് അവൾക്ക് വേണ്ടി ചെയ്തിട്ടും അവൾ അതൊന്നും കാര്യമാക്കാതെ അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന കേക്ക് തട്ടി മാറ്റിക്കൊണ്ട് പറയും, നീ പോയി തൂങ്ങിച്ചാവാൻ നോക്കടോ. അങ്ങനെ കണ്ണടയും വെച്ചുകൊണ്ട് അവൾ പോവുക. അങ്ങനെ അവിടുന്ന് നേരെ ചെല്ലുന്ന അവൾ ജയിലിൽ വെച്ച് സഹായിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കാണാനാണ്. അവളിപ്പോ ഒരു സലൂൺ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക, ബ്യൂട്ടി പാർലർ. ജീനെ അവൾക്കായി ഇഷ്ടംപോലെ സഹായങ്ങൾ ചെയ്തു കൊടുത്തോണ്ട് തന്നെ അവളെ കാണുമ്പോൾ തന്നെ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. കൂട്ടുകാരി എങ്ങനെയാണ് ജയിലെത്തിയെന്ന് വെച്ചാൽ അവളുടെ കാമുകനെ അവൾ കൊന്നു എന്നതിന്റെ പേരിലാണ്. എന്നാൽ ജയിലെത്തിയപ്പോൾ അവൾക്ക് തീരെ അവിടെ നിൽക്കാനായി പറ്റിയില്ല. ഈ സമയത്തെല്ലാം ജീനയാണ് അവളെ സമാധാനിപ്പിച്ചിരുന്നു. അവളുടെ മനസ്സ് തിരികെ കൊണ്ടുവരാനായി അവൾക്ക് ഇഷ്ടം പോലെ പ്രാർത്ഥനകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും കൂടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ വെച്ച് കൂട്ടുകാരി ജീനയോട് പെരുമാറുന്നത് കണ്ടാൽ മനസ്സിലാകും അവൾക്ക് ശരിക്കും ജീനയോട് ചെറിയൊരു പ്രേമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ ജീന അതൊന്നും കാര്യമാക്കില്ല. അന്ന് രാത്രി ആകുന്നേരം അവൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഇടയിൽ അവൾ ഒരു സ്വപ്നം കൂടെ കാണും. മനുഷ്യന്റെ തലയുള്ള ഒരു ചെന്നായയെ അവൾ കയറിൽ കെട്ടി വലിച്ചു കൊണ്ടുവരികയാണ്. അവസാനം കയ്യിലുണ്ടായിരുന്ന ഒരു തോക്ക് വെച്ച് അതിന്റെ തലയിൽ ഷൂട്ട് ചെയ്ത് അവൾ കൊന്നുകളയും ചെയ്യും. ചിലപ്പോൾ ഇങ്ങേരായിരിക്കാം അവൾക്കിട്ട് പണിഞ്ഞയാള്. ഇങ്ങേരോട് പ്രതികാരം ചെയ്യാനായിരിക്കാം ചിലപ്പോൾ അവൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് തന്നെ. സ്വപ്നമെല്ലാം കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ ആകുന്നേരം അവൾ കൊന്നു എന്ന് പറയുന്ന 6 വയസ്സുകാരൻ പയ്യനില്ലേ, അവന്റെ വീട്ടിലേക്കാണ് അവൾ പോകുന്നത്. ആ പയ്യന്റെ അച്ഛനോടും അമ്മയോടും ഞാനല്ല അവനെ കൊന്നേന്ന് അവൾ ഇഷ്ടം പോലെ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് മാപ്പ് തരുന്നവരെ ഞാൻ എൻ്റെ വിരലുകൾ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആദ്യം തന്നെ അവളുടെ ചെറു വിരൽ കട്ട് ചെയ്യും. ഇത് കാണുന്ന വീട്ടുകാരാണ് പെട്ടെന്ന് തന്നെ പേടിച്ചു പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ കോൾ ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടെ അവളുടെ അറ്റുകിടക്കുന്ന വിരലുമായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തും. അങ്ങനെ അവിടെ വെച്ച് അവളുടെ വിരല് തുന്നുന്ന ഓപ്പറേഷൻ ചെയ്തു. 13 വർഷം കൊണ്ട് അവൾ ഉണ്ടാക്കിയിരുന്ന അവളുടെ സമ്പാദ്യം, ജയിലിൽ വെച്ച് അവൾ ഉണ്ടാക്കിയിരുന്ന അവളുടെ കാശ് മുഴുവനും ആ ഒരു ഓപ്പറേഷനായി അവൾ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് 2 ആഴ്ച റെസ്റ്റ് എടുത്ത് അവൾ നേരെ ഒരു ബേക്കറിയിലേക്ക് ഒരു ജോലിക്കായി പോവാണ്. ആ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അവളെ നേരത്തെ അറിയാം. ജയിലിൽ വെച്ച് അങ്ങേര് അവളെ കണ്ടിട്ടുണ്ട്. ജയിലിൽ നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്യാനായി 3 ചേരുവകൾ മാത്രമാണ് ഗവൺമെന്റ് കൊടുത്തോണ്ടിരുന്നത്. എന്നാൽ ആ 3 ചേരുവകൾ വെച്ച് അവൾ ഒരു അടിപൊളി കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ അങ്ങേര് പെട്ടെന്ന് തന്നെ അവൾ ജോലിക്ക് എടുത്തു. എന്നാൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യന് കൂടെ ഉണ്ട്. അവൻ അവളെ കാണുമ്പോൾ തന്നെ ഇഷ്ടമായി. എന്നാൽ അവന് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ 19-ാം വയസ്സിൽ ജയിലിൽ പോയ ജീനയ്ക്ക് ഇപ്പം 32 വയസ്സുണ്ട്. എന്തായാലും പിറ്റേന്ന്
രാവിലെ ജീന ജയിലിൽ നിന്ന് വെച്ച് പരിചയപ്പെട്ട അവളുടെ മറ്റൊരു കൂട്ടുകാരിയെ കാണാനായി പോവാണ്. ആ കൂട്ടുകാരിയും അവളുടെ ഭർത്താവും കൂടെ ഒരുമിച്ച് ബാങ്ക് കക്കാനായി ഇറങ്ങിയപ്പോഴാണ് അവരെ പോലീസ് പിടിക്കുന്നത്. അങ്ങനെയാണ് അവർ ജയിലിലേക്ക് എത്തിയത്. പക്ഷെ അവർ ഭാര്യയും ഭർത്താവും ആണെന്ന് വെച്ചാലും അവരെ ഒരേ സെല്ലിൽ ഇടാൻ പറ്റില്ലല്ലോ, ഒരേ ജയിലിൽ പാർപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂട്ടുകാരി ജയിലിൽ വന്നപ്പോൾ അവൾക്ക് ഭർത്താവിനെ കാണാൻ പറ്റാത്തോണ്ട് തന്നെ അവൾ വിഷാദ രോഗത്തിലേക്ക് ചെന്ന് എത്തിപ്പെടുകയാണ് ചെയ്തത്. ഏകദേശം ആ അവസ്ഥയിലേക്ക് തന്നെ എത്തി. എന്നാൽ ആ സമയത്ത് തന്നെയാണ് അവളുടെ 2 കിഡ്നികളും തകരാറാവുന്നത്. എന്നാൽ അവൾക്കായി ഒരു കിഡ്നി കൊടുക്കുന്നത് അവളെക്കുറിച്ച് അന്നേ വരെ ഒന്നും അറിയാതിരുന്ന ജീനയാണ്. അതിന്റെ സ്നേഹം, അതിന്റെ നന്ദി ഇപ്പോഴും കൂട്ടുകാരിക്കുണ്ട്. എന്നാൽ ജീന ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത് അവൾക്കൊരു തോക്ക് നിർമ്മിക്കാനാണ്. അതിന്റെ പ്ലാന്, അതിന്റെ രൂപരേഖയെല്ലാം അവളൊരു പുസ്തകത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൊടുത്താണ് നിർമ്മിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. കൂട്ടുകാരിയും ഭർത്താവും അതിനെതിരൊന്നും പറയില്ല, അവളെ സഹായിക്കാൻ തന്നെ തീരുമാനിക്കും. എന്നാൽ അവൾക്ക്, അതായത് ജീനക്ക് ഈ ഗണ്ണിന്റെ പ്ലാൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ജയിലിൽ വെച്ചൊരു അമ്മൂമ്മയെ അവൾ എപ്പോഴും സഹായിച്ചിരുന്നു. അങ്ങനെ അവരോട് അവളുടെ അവസ്ഥയെല്ലാം പറഞ്ഞപ്പോൾ ആ അമ്മൂമ്മ അവൾക്കായി ഒരു ഗണ്ണ് നിർമ്മിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റ് കൊടുക്കുകയായിരുന്നു. എന്തായാലും വീണ്ടും പ്രസന്റിലേക്ക് വന്ന ജീന എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാസ്റ്റർ അവളുടെ മുന്നിലേക്ക് വരുന്നത്. അവളെ കാണുമ്പോൾ തന്നെ അങ്ങേര് പറയും, നിന്നെ കണ്ടുപിടിക്കാനായി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നോ, നിന്റെ വീട്ടിലേക്ക് വരെ ഞാൻ വന്നിരുന്നു, പക്ഷെ അവിടെയും നിന്നെ കണ്ടില്ല, നിനക്ക് എന്താ പറ്റിയേ? എന്നാൽ അവൾക്ക് അങ്ങേരോടൊന്നും സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങേരെ മെയിൻ ചെയ്യാതെ അവിടുന്ന് പോവുകയാണ്. വീണ്ടും പണ്ടത്തെ ജയില് തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ ജീന നിൽക്കുന്ന സെല്ലിലേക്ക് പുതിയൊരു ലേഡി കൂടെ വരികയാണ്. എന്നാൽ അവൾ വരുന്നേരം തന്നെ ബാക്കിയുള്ളവരെ ഉപദ്രവിച്ച പോലെ തന്നെ അവളെ ഉപദ്രവിക്കും. എന്നാൽ ആ സെല്ലിൽ തന്നെ ഒരു വലിയ അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി ആളൊരു ഗുണ്ടായിസക്കാരിയാ. അതുകൊണ്ട് വന്നിരിക്കുന്ന ലേഡിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ആ അമ്മച്ചി അവളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവിനെ കൊന്നു തിന്നു എന്നതിന്റെ പേരിലാണ് അമ്മച്ചിയെ ഇപ്പൊ പോലീസ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവരിപ്പോൾ ജയിലിൽ എത്തിയിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ വന്നിരിക്കുന്ന ലേഡിക്ക് അവൾ പറയുന്നൊന്നും ചെയ്യാതിരിക്കാനായി പറ്റിയില്ല. അമ്മച്ചി പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരികയാണ്. എന്നാൽ ഈ ഉപദ്രവം കൂടി വന്നപ്പോൾ അമ്മച്ചി നടക്കുന്ന ഭാഗത്ത് ജീന സോപ്പ് തേച്ച് വെക്കാണ്. അങ്ങനെ അമ്മച്ചി അതിലെ നടന്ന് വന്ന് തെന്നി തലയടിച്ച് വീണ് ഹോസ്പിറ്റലാകും. പിന്നെ നമ്മൾ കാണുന്നത് പ്രസന്റില് ജീന ആ ബേക്കറിയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോഴവിടേക്ക് സാധനം വാങ്ങാനായി ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട്. എന്നാൽ ആ ഭർത്താവ് അവളെ കാണുമ്പോൾ തന്നെ അവളോട് കൈയെല്ലാം കൊടുത്ത് നല്ലപോലെ സംസാരിക്കും. അങ്ങേര് ആരാന്ന് വെച്ചാ 13.5 വർഷങ്ങൾക്ക് മുന്നേ ജീന ആ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവളുടെ ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനായി വന്ന ഡിറ്റക്റ്റീവ് ആയിരുന്നു അങ്ങേര്. ആ സമയത്ത് അങ്ങേര് അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങേർക്കും മനസ്സിലായിട്ടുണ്ട് ശരിക്കും അവൾ ആരെയും കൊന്നിട്ടില്ല, അവളൊരു കുട്ടിയെ കൊന്നിട്ടൊന്നുമില്ല. എന്നാൽ ജീനയാണ് അന്ന് പറഞ്ഞത്, ഞാൻ തന്നെയാണ് ആ കുഞ്ഞിനെ കൊന്നേ, 6 വയസ്സ് പ്രായമുള്ള ആ പയ്യനെ ഞാനാണ് കൊന്നേന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ കുറ്റം അവൾ സമ്മതിക്കുകയായിരുന്നു, ഏറ്റെടുക്കുകയായിരുന്നു. ബേക്കറിയിൽ ജോലിക്ക് കൂടെ നിൽക്കുന്ന ആ പയ്യനോട് അവൾ ഈ കാര്യം പറയുന്ന നേരം അവനൊന്ന് പേടിക്കും. അവന് ശരിക്കും അവളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യം കേൾക്കുന്ന നേരം അവനൊരു ചെറിയ പേടി. എന്തായാലും അന്ന് അവളെ പോലീസുകാർ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന വഴിയിൽ കുറച്ച് കോലമുടിയൊക്കെയുള്ള ഒരാള് ഒരു കുഞ്ഞിനെയും പിടിച്ചോണ്ട് അവളെ നോക്കി നിൽക്കുന്ന കാണാം. കൂടെ തന്നെ അവളോട് എന്തോ ഒരു ആംഗ്യം കൂടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നേരത്തെ ജീന സ്വപ്നത്തിൽ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിട്ട് നമ്മൾ കണ്ടത്. അതായത് ചെന്നായുടെ ബോഡിയുള്ളൊരു മനുഷ്യനില്ലായിരുന്നോ അങ്ങേര്. അങ്ങനെ അകത്തേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന അവളോട് പോലീസുകാർ, നീ ഏത് തലയണ വെച്ചാണ് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നേന്ന് ചോദിക്കുന്ന നേരം അതിലേത് തലയണയാണെന്ന് അവൾക്കറിയില്ല. എന്നാൽ ആ ഡിറ്റക്റ്റീവാണ് വാച്ച് കാണിച്ചു കൊടുത്ത് തലയണയുടെ കളർ ഏതാന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവൾ അതുപോലെ തന്നെ ആ തലയണ വെച്ച് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതായി കാണിക്കും. മാത്രമല്ല അവസാനം ഒരു പ്രാന്തത്തിയെ പോലെ ആ കുഞ്ഞിന്റെ മുഖത്ത് ഇഷ്ടംപോലെ ഇടികൾ കൊടുക്കുന്നതായിട്ടും കാണിക്കും. ഇത് കാണുന്ന മീഡിയ ആണെങ്കിൽ പേടിച്ചു പോവുക. ഇതെല്ലാം ആ പയ്യനോട് കൂടെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവൻ കരഞ്ഞു പോവാണ്. ശരിക്കും അവൻ അവളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ, അവൾ ഇങ്ങനെയെല്ലാം ചെയ്ത ഒരാളാന്ന് മനസ്സിലാക്കുന്ന നേരം അവന് ചെറിയൊരു വിഷമം. പിറ്റേന്ന് രാവിലെ അവള് ഒരു ഓർഫനേജിലേക്കാണ് ചെല്ലുന്നത്. 13 വർഷങ്ങൾക്ക് മുന്നേ, അതായത് ജീനയുടെ 19-ാം വയസ്സിൽ അവളൊരു പയ്യനെ കൊന്നു എന്ന് പറയുന്നില്ലായിരുന്നോ, ആ പയ്യനെ കൊല്ലുന്ന ആ കാലഘട്ടത്തിൽ അവൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഈ ഓർഫനേജിലാണ് കൊണ്ടു ചെന്ന് ഏൽപ്പിച്ചേ. അവളിപ്പോൾ എവിടെയാണെന്നറിയാനാണ് ജീന ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആൾ ജയിലിൽ നിന്ന് പുറത്തു വന്ന ആളായതുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞിന്റെ അഡ്രസ്സ്, അവൾ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു കൊടുക്കാനായൊരു മടി, അതുകൊണ്ടൊന്നും പറഞ്ഞു കൊടുക്കില്ല. എന്നാൽ അവൾക്ക് ഈ കുഞ്ഞെങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ മുഖേനയാണ് അവൾക്കൊരു ഗർഭം ഉണ്ടാവുന്നത്. ആ അധ്യാപകനോട് നിങ്ങൾ എന്നെ ഏറ്റെടുക്കുമെന്നല്ല അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങേര് അതിനെ കൂടുതൽ കാര്യമാക്കിയില്ല. ഈ അധ്യാപകൻ ആരാന്ന് വെച്ചാൽ പണ്ട് അവളെ തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോൾ ഒരുത്തൻ മേലെ നിന്ന് അവൾക്ക് ഒരു ആംഗ്യം കാണിച്ചു കൊടുത്തില്ലായിരുന്നോ, അവളോട് എന്തോ ഒരു ആംഗ്യം കാണിച്ചു കൊടുത്തില്ലായിരുന്നോ, അങ്ങേരാണ്. അതായത് അവൾ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായി സ്വപ്നം കാണുന്ന ആ വ്യക്തി.
ഇവിടെ ഓർഫനേജുകാർ അവളുടെ മകളെ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവൾ ആ ബിൽഡിങ്ങിൽ നിന്ന് തൂങ്ങിയിറങ്ങി അതിന്റെ ചില്ലെല്ലാം പൊളിച്ച് അതിന്റെ അകത്ത് കയറും. അങ്ങനെ തെരഞ്ഞ് അവസാനം അവളുടെ മകളെ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് കണ്ടുപിടിക്കും. ഓസ്ട്രേലിയയിലെ ഒരച്ഛനും അമ്മയുമാണ് അവളെ ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ഓസ്ട്രേലിയ വരെ എങ്ങനെയും പോയിട്ട് മകളെ അവൾക്ക് കണ്ടേ പറ്റൂ. അതിനായി അവൾ ജോലി ചെയ്യുന്ന ബേക്കറിയിലേക്ക് വന്ന് മുതലാളിയോട് 3 മാസത്തേക്കുള്ള സാലറി അഡ്വാൻസ് ആയി തരാൻ പറയും. അങ്ങേരെ ആദ്യം അത് വലിയ കാര്യമാക്കില്ലെങ്കിലും തരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം വേറൊരു വഴിയില്ലാതെ കൊടുക്കാൻ തീരുമാനിക്കും. എന്നാൽ അന്ന് രാത്രിയാണ് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ പയ്യനില്ലേ, അവൻ വീണ്ടും അവളോട് സംസാരിക്കുന്നത്. എന്നാൽ അവൾക്ക് മനസ്സിലായി അവൻ ഇതുപോലെ അവളോടൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം. എന്നാൽ അത് അപ്പം തന്നെ സാധിച്ചു കൊടുക്കാനായി അവൾ പെട്ടെന്ന് അവനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നാൽ അവൻ അത് പെട്ടെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു, ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അവളത് കാര്യമാക്കാതെ എല്ലാം തീർത്തു കൊടുക്കും. പിറ്റേന്ന് രാവിലെ അവൻ അവളോട് ചോദിക്കും, നിങ്ങൾ ശരിക്കും ഇതുപോലെ ഒരു കുഞ്ഞിനെ കൊന്നിട്ടുണ്ടോ, അതെന്തിനാണ്? അതെല്ലാം ചോദിക്കുന്നേരാണ് അവൾ പറഞ്ഞു കൊടുക്കുക. അവളെ ഗർഭിണിയാക്കിയ മാഷിലായിരുന്നോ, അങ്ങേരുടെ പേരാണ് മിസ്റ്റർ ബേക്ക്. അങ്ങേര് പറയായിരുന്നു തട്ടിക്കൊണ്ടുപോകല് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് നല്ല ടൈപ്പ്, ഒന്ന് മോശം ടൈപ്പ്. മോശമെന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോകുന്നയാളെ കൊന്നുകളയുക, എന്നാൽ നല്ലതെന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോകുന്നയാളെ തിരിച്ചു കൊടുക്കണേൽ കാശ് വേണമെന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ആളെ തിരിച്ചു കൊടുക്കുക. ഈ ഒരു സമയം കുടുംബം വേവലാതിപ്പെടുന്നുണ്ടെങ്കിലും തട്ടിക്കൊണ്ടുപോയ ആളെ അവർക്ക് തിരിച്ചു തന്നെ കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു സമയം അവരുടെ കുടുംബം ഒന്നുകൂടെ അടുക്കുകയും ചെയ്യും. അതുപോലൊരു പയ്യനെ തട്ടിക്കൊണ്ടുവന്ന് കാശിന് തിരിച്ചു കൊടുക്കാനായി മിസ്റ്റർ ബേക്ക് തീരുമാനിച്ചു. കൂടെ നിൽക്കാനായി ജീനയോട് ചോദിച്ചപ്പോൾ അവൾക്കന്ന് 19 വയസ്സേ ഉള്ളല്ലോ. മാത്രമല്ല ഈ മിസ്റ്റർ ബേക്കിനെ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേരുടെ കൂടെ നിൽക്കാനായി അവൾ തീരുമാനിച്ചു. ഇതൊന്നും പോരാത്തതിന് മിസ്റ്റർ ബേക്ക് കാരണം അവൾ ഗർഭിണിയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഒരു സമയമായപ്പോഴേക്ക് അവൾ ആ കുഞ്ഞിന് ജന്മം കൂടെ നൽകിയിരുന്നു. അതുകൊണ്ട് സ്കൂൾ വിട്ടപ്പോൾ ആ പയ്യനോട് സംസാരിച്ച് അവൾ ആ പയ്യനെ മിസ്റ്റർ ബേക്കിന്റെ അടുത്ത് എത്തിച്ചു. എന്നാൽ അങ്ങേര് ആ പയ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്നാണ് ആ പയ്യനെ കൊന്നുകളയുന്നത്. ആ കാര്യം അവൾ തീരെ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് അന്വേഷണമെല്ലാം വന്നപ്പോൾ ജീന ആ പയ്യനെ കൊണ്ടുപോകുന്നത് പല ആളുകളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ പേരിലാണ് ഈ കേസെല്ലാം അവസാനം വന്നുപെട്ടെ. എന്നാൽ ഈ സമയത്തും ഈ കൊലപാതകം ഞാനല്ല ചെയ്തതെന്ന് പറയാനുള്ള അവസരം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവളല്ല ഈ കൊല ചെയ്തതെന്ന് അവൾ പറഞ്ഞാല് അവളുടെ കുഞ്ഞിനെ മിസ്റ്റർ ബേക്ക് കൊന്നുകളയൂന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ ഒന്നും പറയാനായി പറ്റിയില്ല. ഞാൻ തന്നെയാണ് ഈ കൊല ചെയ്തതെന്ന് അവൾ സമ്മതിച്ചു. ഈ ഒരു കാരണം കൊണ്ടാണ് അവൾ 13.5 വർഷം ജയിലാവുന്നത്. അതിന്റെ എല്ലാം പ്രതികാരം അവളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇപ്പോഴവളുടെ മനസ്സിൽ അങ്ങേരെ എങ്ങനെയും കൊന്നേ പറ്റൂന്ന് മാത്രമാണ്. എന്തായാലും അന്നത്തെ ദിവസം തന്നെ അവൾ മകളെ കാണാനായി ഓസ്ട്രേലിയയിലേക്ക് പറക്കും. എന്നാൽ അവൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് കൊറിയൻ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതിയിട്ട് ഇവിടുന്ന് ഡിക്ഷണറി നോക്കി ഇംഗ്ലീഷ് എല്ലാം എഴുതിയാണ് അത് അവിടെ ചെന്ന് വായിക്കുക. അതുകൊണ്ട് അവൾ ആരാണെന്നും അവൾ മകളെ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും വീട്ടുകാർക്ക് മനസ്സിലായി. പക്ഷേ മകൾ അവളുടെ കൂടെ പോകുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ അവർക്ക് ആദ്യം ഒരു പേടി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരുമായി ജീന നല്ലപോലെ കൂട്ടായി. അങ്ങനെ പാടി പാടി കളിച്ചോണ്ടിരിക്കുക. എന്നാൽ മകൾക്ക് മനസ്സിലായി ഇതാണ് തൻ്റെ യഥാർത്ഥ അമ്മ എന്ന്. അതുകൊണ്ട് പിറ്റേന്ന് തന്നെ എനിക്ക് അമ്മയുടെ കൂടെ കൊറിയയിലേക്ക് പോയേ പറ്റൂന്ന് മകൾ പറയും. അതായത് കൊറിയയിൽ പോയി താമസിക്കണം എന്നല്ല, കൊറിയയിൽ പോയി കണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം എന്നുള്ള രീതിയിലാണ് മകൾ പറയുന്നത്. കൂടെ കഴുത്തിൽ കത്തി കൂടെ വെക്കുന്നതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാനായി പറ്റിയില്ല. അങ്ങനെ അവർ തിരിച്ചു പറന്ന് കൊറിയയിലെത്തി. ഇവിടെ വന്നാൽ തന്നെ മകൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, കൊറിയനൊന്നും അറിയില്ല. അതുകൊണ്ട് അമ്മക്കും മോൾക്കും തമ്മിൽ സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. അങ്ങനെ അതേ ദിവസം തന്നെയാണ് അവളൊരു ഗണ്ണുണ്ടാക്കാനായിട്ട് കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ കൂട്ടുകാരി ഉണ്ടാക്കിയ ഗണ്ണ് അവളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അതൊരു പ്രത്യേകതരം ഗണ്ണാണ്. അതിന് 2 ട്രിഗർ ഉണ്ട്, 2 ഹോളും ഉണ്ട്. ഡബിൾ ബാരൽ ഗണ്ണ് എങ്ങനെയാണോ അതിന്റെ ഒരു ചെറിയ വേർഷനാണ് ആ ഗണ്ണ്. വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് റേഞ്ച് കുറഞ്ഞൊരു ഗണ്ണാണ്. അതുകൊണ്ട് തന്നെ ആരെയാണോ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ തൊട്ടടുത്ത് ചെന്നേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. എന്നാലേ ആ ബുള്ളറ്റ് അവരുടെ തലയിലേക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് തുളച്ചു കയറുള്ളൂ. എന്തായാലും അന്ന് തിരികെ റൂമിലേക്ക് തന്നെ വരുന്നേരം ഉറങ്ങാൻ കിടക്കുന്ന മകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് പണ്ട് എന്നെ ഉപേക്ഷിച്ചതെന്ന്. എന്നാൽ ജീനക്ക് അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കാനായി പറ്റില്ല. അത് വലിയൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ അവളോട് പറയും, നീ ഒന്നും സംസാരിക്കാതെ കിടന്നുറങ്ങ്, പിറ്റേന്ന് രാവിലെ നമുക്ക് നാളെ പിക്നിക്കിന് പോകാനുള്ളതാന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം അവർ പിക്നിക്കിന് പോവാണ്. പോകുന്ന വഴിയിൽ വെച്ച് അവരൊരു നായക്കുട്ടിയെ കൂടെ വാങ്ങുന്നുണ്ട്. അത് മകൾക്കായി വാങ്ങുന്നതല്ല, ജീനക്ക് തന്നെ വാങ്ങുന്ന നായയാണ്. എന്നിട്ട് അവളുടെ കൂടെ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന പയ്യന്റെ കൂടെയാണ് അവരെങ്ങോട്ടോ പോകുന്നത്. കുറേ ദൂരം ചെന്നെത്തി ഒരു കാട്ടിലൂടെ, മഞ്ഞ് വീഴുന്നൊരു കാട്ടിലൂടെ നടന്ന് അവസാനം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്കൂളിലാണ് ചെന്നെത്തുക. ആ സ്കൂളിൽ വെച്ച് ആ പയ്യനാണെങ്കിൽ മകൾക്ക് എങ്ങനെ
എങ്ങനെയാണ് കൊറിയൻ എഴുതുക, എങ്ങനെയാണ് സംസാരിക്കുക, അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. ഈ നേരം ജീനയാണെ അവളുടെ കയ്യിലുണ്ടായിരുന്ന നായ്ക്കുട്ടിയില്ലായിരുന്നോ, അതിനെ ഷൂട്ട് ചെയ്യാനായി പോവാണ്. ആ നായ്ക്കുട്ടിയെ വാങ്ങിയത് തന്നെ അവൾക്ക് ഷൂട്ട് ചെയ്ത് പഠിക്കാനാണ്. അങ്ങനെ അവൾ ഒന്നും നോക്കാതെ അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നളയും. ഇതേ സമയം ജീനക്കിട്ട് പണിഞ്ഞ മിസ്റ്റർ ബെയ്ക്കിനെയാണ് കാണുന്നത്, ആ പ്രാന്തനെ. അങ്ങേര് ഒരു നഴ്സറി സ്കൂൾ അധ്യാപകനാണ്. ചെറിയ കുട്ടികളെയാണ് അങ്ങേര് പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്ങേര് കൊന്നിരിക്കുന്നത് ഒരു ചെറിയ പയ്യനെയാണ്. അങ്ങേരുടെ വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങേർക്കൊരു ഭാര്യയുണ്ട്. ഭാര്യയാണോ ഇനിയിപ്പോൾ ജോലിക്കാരിയാണോ അതൊന്നും അറിയില്ല. എന്തായാലും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് അങ്ങേര് അവളെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അവളുടെ മുഖം കണ്ടാൽ മനസ്സിലാകും അവൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലാന്ന്. പക്ഷെ അങ്ങേര് ഇങ്ങനെയെല്ലാം ചെയ്യാണ്. അവൾ ആരാന്ന് വെച്ചാൽ അവൾ പണ്ട് ജയിലിൽ കിടന്ന ഒരു പെണ്ണാണ്. ഏകദേശം ജീന ജയിലിൽ കിടക്കുന്ന അതേ സമയത്താണ് അവൾ ജീനയുടെ സെല്ലിലേക്ക് വരുന്നത്. പക്ഷെ ആ സെല്ലിൽ തന്നെ ഒരു ഗുണ്ടായിസക്കാരി അമ്മച്ചി ഉണ്ടല്ലോ, ആ അമ്മച്ചി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അമ്മച്ചിയുടെ ആവശ്യങ്ങൾക്കായിട്ട് അവളെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ വൈകാതെയാണ് അമ്മച്ചിക്ക് ശരീരത്തിന് പല പ്രശ്നങ്ങൾ വന്ന് ആശുപത്രിയിലാവുന്നത്. എന്നാൽ ആ സമയത്തും അമ്മച്ചിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നതും ജീനയാണ്. എന്നാൽ ഈ സമയത്തെല്ലാം അമ്മച്ചി അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അമ്മച്ചി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം 3 നേരം ഭക്ഷണം കൊടുക്കുന്ന നേരവും ജീന ഭക്ഷണത്തിൽ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്തിരുന്നു, കലക്കിയിരുന്നു. അങ്ങനെ അവസാനത്തെ ദിവസം അവൾ അതും കഴിച്ചോണ്ട് മരിച്ചു വീഴും. മരിക്കാൻ നേരം ജീനയോട് പറഞ്ഞിരുന്നത് നിനക്ക് എല്ലാവരോടും എന്തൊരു സ്നേഹമാണെന്നാണ്. അവരവസാനം പറഞ്ഞ ആ വാക്കുകൾ ജീനയെ ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചെങ്കിലും പക്ഷേ വലിയൊരു പ്രശ്നക്കാരിയാണല്ലോ അവളിപ്പോൾ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമല്ല. സെല്ലിൽ നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും അറിയാം ജീനയാണ് അമ്മച്ചിയെ കൊന്നതെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ജീനയോട് വലിയ കാര്യമാണ്. ഇപ്പൊ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മിസ്റ്റർ ബേക്കിന്റെ അടുത്ത് നിൽക്കുന്ന ആ ലേഡി ജീന പറഞ്ഞിട്ടാണ് അങ്ങേരുടെ അടുത്തേക്ക് ചെന്നത്. അവളിപ്പം നേരെ ജീനയുടെ അടുത്തേക്ക് ജീനയെ കാണാനായി ആ ബേക്കറിയിലേക്ക് വന്നിരിക്കുക. ഇനിയും കൂടുതൽ ദിവസം എനിക്ക് അങ്ങേരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ വിചാരിച്ച കാര്യം ഇന്ന് രാത്രി തന്നെ ഒന്ന് ചെയ്തു തീർക്കാൻ നോക്ക്. കൂട്ടുകാർ ഇങ്ങനെയെല്ലാം ജീനയോട് പറയും. എന്നാൽ ഇതെല്ലാം ആ പാസ്റ്ററില്ലായിരുന്നോ, അങ്ങേര് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങേര് ആ ഫോട്ടോസുമായി നേരെ ചെല്ലുന്നത് മിസ്റ്റർ ബേക്കിന്റെ അടുത്തേക്കാണ്. അങ്ങേര് ശരിക്കും ബേക്കിന്റെ ആളാണ്. ബേക്ക് പറഞ്ഞിട്ടാണ് അങ്ങേരിപ്പോൾ ജീനയുടെ പിന്നാലെ നടക്കുന്നത്. തന്റെ ഭാര്യ ജീനയോട് സംസാരിക്കുന്ന ആ ഫോട്ടോ അങ്ങേർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങേർക്ക് മനസ്സിലായി അവർ തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മിസ്റ്റർ ബേക്കിനെ കുറിച്ച് മനസ്സിലാക്കാനായി ജീന അവളുടെ ഒരു കൂട്ടുകാരിയെ അങ്ങേരുടെ വീട്ടിലേക്ക് അങ്ങേര് അറിയാതെ അയച്ചു. എന്നാൽ അങ്ങേരാണെങ്കിൽ ജീനയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പാസ്റ്ററെ അവളുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന ബേക്ക് പെട്ടെന്ന് തന്നെ ജീനയെ കൊല്ലാനായി 2 പേരെ ശരിയാക്കും. അന്ന് രാത്രി തന്നെ അവളെ കൊല്ലാനാണ് അവർ വിചാരിക്കുക. അങ്ങനെ അന്ന് രാത്രി ജോലിയും കഴിഞ്ഞ് ജീനയും മകളും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥലത്തെത്തുന്ന നേരം ഒരു കാറിൽ 2 പേര് അവരെ കാത്തിരിക്കുന്നതായി ജീനക്ക് മനസ്സിലായി. എന്നാൽ അവൾ ഒരു തുള്ളി പോലും പിന്നോട്ട് പോകാതെ നേരെ മുന്നിലേക്ക് തന്നെയാണ് നടക്കുക. മിസ്റ്റർ ബേക്കിന്റെ വീട്ടിൽ തിരിച്ചെത്തുന്ന കൂട്ടുകാരുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. അങ്ങേര് അവളെ കെട്ടിവെച്ചിരിക്കുക കസാരയിൽ. ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങുന്ന 2 പ്രാന്തന്മാരിൽ ഒരുത്തൻ അവളുടെ മകളെ പിടിച്ച് കാറിൽ കയറ്റി. അടുത്തവൻ ജീനയെ വലിച്ചു കയറ്റാൻ നോക്കുന്ന നേരം അവൾ സമ്മതിക്കുന്നില്ല. അവസാനം താഴെ അവളെ തള്ളിയിട്ട് ചവിട്ടി കൂട്ടുക. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് മകളെ കൊണ്ട് കാറിലേക്ക് കയറിയവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മകളുടെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്ന കൂട്ടുകാരൻ കാണുക. അവൻ എന്താണെന്ന് മനസ്സിലാവാതെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ജീന അവന്റെ തലയിലേക്ക് ഗണ്ണ് വെച്ച് നിൽക്കുക. പെട്ടെന്നൊരൊറ്റ പൊട്ടിയല. ഏറെക്കുറെ അവന്റെ തലയുടെ ഉൾഭാഗം ചെതറുന്ന അവസ്ഥയിലെത്തി. അടുത്തതായിട്ട് മറ്റവന്റെ അടുത്തേക്ക് ജീന നേരെ നടക്കുകയാണ്. ദൂരത്തിന്ന് ആ ഗണ്ണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അടുത്ത് ചെന്നേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അവൾ ഒന്നും നോക്കാതെ അടുത്തേക്ക് ചെന്ന് അവന്റെ കൈക്ക് തന്നെ ഷൂട്ട് ചെയ്ത് കൈ പൊട്ടി ചെതറിച്ച് കളയും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മിസ്റ്റർ ബേക്കിന്റെ വീട്ടിലേക്ക് കൂട്ടുകാരിക്ക് എന്ത് പറ്റിയെന്നറിയാനായി അവൾ ചെന്ന് നോക്കുന്ന നേരം കൂട്ടുകാരിയെ കയറിൽ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ അങ്ങേരാണെങ്കിൽ ബോധം കെട്ട് കിടക്കുക. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ മനസ്സിലാക്കിയിരുന്ന കൂട്ടുകാരി അങ്ങേരുടെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ചേർത്തിരുന്നു. അത് കഴിച്ചാണ് അങ്ങേരിപ്പം മയങ്ങി വീണ് കിടക്കുന്നത്. ഇത് കാണുന്ന ജീന ആദ്യം തന്നെ ദേഷ്യത്തിൽ അങ്ങേരെ വലിച്ചു താഴെയിട്ട് അങ്ങേരുടെ മുടിയെല്ലാം വെട്ടാൻ തുടങ്ങി. അവിടെ ഇവിടെയായിട്ട് ചെതറിച്ച് വെട്ടിക്കൊണ്ടേയിരിക്കുക. എല്ലാം കഴിഞ്ഞ് അങ്ങേരെ എങ്ങോട്ടോ കൊണ്ടുപോകാനായി കെട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മകൾ എഴുതി വെച്ചിരുന്നൊരു കത്ത് അവളുടെ കയ്യിൽ നിന്ന് കിട്ടുക. അതിലവൾ എഴുതി വെച്ചിരിക്കുന്നത്, അമ്മ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചയാളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ജയിലിൽ പോകേണ്ട ആൾ തന്നെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. നിങ്ങൾ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കൊല്ലാനായി നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എനിക്കതിന് പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഇത്ര അടുത്തതുകൊണ്ട് ഒരു കാര്യമെങ്കിലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത്? അത് മാത്രമൊന്ന് എനിക്ക് കേട്ടാൽ മതി എന്ന് നിങ്ങളോടൊട്ടും സ്നേഹമില്ലാത്ത നിങ്ങളുടെ മകൾ. ഇനി ഇതിൻ്റെ എല്ലാം മറുപടി മകൾക്ക് കൊടുക്കണമല്ലോ. എന്നാൽ അവൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മകൾക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായി ഒരാൾ വേണം. എന്തായാലും കുറച്ച് കഴിയുന്നേരം ആ പ്രാന്തന്റെ ബോഡി എടുത്തുകൊണ്ട് അവരെല്ലാവരും കൂടെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതെങ്ങോട്ടാന്ന് വെച്ചാൽ ജീന നേരത്തെ ഒരു നായക്കുട്ടിയെ ഷൂട്ട് ചെയ്ത് പഠിക്കാനായി വന്ന സ്ഥലമില്ലായിരുന്നോ, അങ്ങോട്ടാണ് ചെല്ലുന്നത്. കുറേ സമയം കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുന്ന ബേക്ക് കാണുന്നത് അങ്ങനെ കസാരയിൽ കെട്ടി വെച്ചിരിക്കുന്ന. അതേ സമയത്ത് തന്നെ ജീന അവളുടെ മകളെ അങ്ങരുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ബേക്കിന്റെ തലയിൽ ഗണ്ണ് വെച്ചോണ്ട് മകളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം അവൾ കൊറിയൻ ഭാഷയിൽ ബേക്കിനോട് സംസാരിക്കും. ബേക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ അത് മകൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞാലും നീ അമ്മയില്ലാതെ വളർന്നൊരു കുട്ടിയാണ്.
അതുകൊണ്ട് ഞാൻ എന്തായാലും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ ഞാനൊരു പാപം ചെയ്തു, അതെന്ത് പാപാന്ന് മകൾ ചോദിക്കുമ്പോൾ പറയും, ഈ മുന്നിലിരിക്കുന്നവൻ 6 വയസ്സ് പ്രായമുള്ളൊരു പയ്യനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു. എനിക്കന്ന് 19 വയസ്സായിരുന്നു. ആ സമയത്താണ് ഞാൻ അങ്ങേരെ സഹായിക്കുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ അനന്തരഫലങ്ങളെല്ലാം ഞാനായിരുന്നു അനുഭവിച്ചിരുന്നത്. അങ്ങനെ ജയിലിലേക്ക് പോകേണ്ടി വന്ന എനിക്ക് നിന്നെ അനാഥാലയത്തിലേക്ക് കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന മകൾക്ക് മനസ്സിലായി അമ്മയുടെ അവസ്ഥ കൊണ്ടാണ് തന്നെ ഓർഫനേജിലേക്ക് കൊടുത്തതെന്ന്. അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയെ സമാധാനിപ്പിക്കും, സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്നാൽ അമ്മയാണേൽ തിരിച്ച് അവളോടും പറയും, സോറി ഞാൻ നിന്നോടാണ് സോറി പറയേണ്ടത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞ് അവളുടെ കൂടെ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന പയ്യനില്ലേ, അവൻ്റെ കൂടെ മകളെ തിരിച്ചവളുടെ റൂമിലേക്ക് തന്നെ പറഞ്ഞു വിടും. അതെല്ലാം കഴിഞ്ഞ് ജീന നേരെ ആ പ്രാന്തൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായി പോവാണ്. എന്നാൽ തലയിൽ ഗണ്ണ് വെച്ച് നിൽക്കുന്നേരാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുക. അവൾ ആ ഫോൺ എടുത്തു നോക്കുന്നേരം അതിലൊരു വലിയ കീച്ചെയിൻ തന്നെയുണ്ട്. എന്നാൽ അതിലെ ഏറ്റവും അവസാനം വെച്ചിരിക്കുന്ന ഒരു കോട്ടി കാണുന്നേരം അവളുടെ മനസ്സിലേക്ക് മറ്റെന്തോ ഒന്ന് എത്തും. അങ്ങേര് കൊന്നിരിക്കുന്ന 6 വയസ്സുകാരൻ പയ്യനില്ലേ, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോട്ടിയായിരുന്നു അത്. എന്നാൽ കോട്ടി പോലെ തന്നെ ആ കീച്ചനിൽ വേറെയും കുറേ കീച്ചനുകളുണ്ട്, വേറെയും കുറേ ടോയ്സുകളുണ്ട്. അങ്ങേര് ചിലപ്പോൾ വേറെയും കുട്ടികളെ കൊന്നു കാണുമോ എന്നുള്ള ഭയത്തോടു കൂടെ അവൾ അങ്ങേരുടെ അടുത്ത് ചെന്ന് ആ കീച്ചൻ കാണിച്ചു കൊടുക്കുന്ന നേരം അങ്ങേര് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും. അതായത് അങ്ങേര് ഒരു പയ്യനെ മാത്രമല്ല കൊന്നിരിക്കുന്നത്, വേറെയും പല കുട്ടികളെ കൊന്നിട്ടുണ്ട്. ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് അങ്ങേര് കീച്ചനായി ഈ ഫോണിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. അതിന്റെ ദേഷ്യത്തിൽ അറഞ്ചം പുറഞ്ചം അവൾ അങ്ങേരെ അടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് അങ്ങേരെ കൊല്ലാൻ പറ്റില്ലല്ലോ. 13.5 വർഷം അങ്ങേരോടുള്ള പ്രതികാരമാണ് അവളുടെ ഉള്ളിലുള്ളത്. അത് പെട്ടെന്ന് തന്നെ അങ്ങേരോട് തീർത്താ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. അങ്ങനെ അടിച്ചിടിച്ച് അങ്ങേരെ അവശനാക്കി അവസാനം അങ്ങേരുടെ 2 കാലിന്റെയും തള്ളവിരല് പെരുവിരല് അവൾ ഷൂട്ട് ചെയ്ത് പൊട്ടിക്കും. അങ്ങനെ നേരെ ചെല്ലുന്നത് കൂട്ടുകാരിയുടെ കൂടെ ആ പ്രാന്തന്റെ വീട്ടിലേക്കാ. അവിടെയെല്ലാം തെരഞ്ഞു നോക്കുന്ന നേരം അവസാനമായി ടേബിളിന്റെ അടിയിൽ നിന്ന് കുറെ CD-കൾ കിട്ടും, കാസറ്റുകൾ കിട്ടും. ഈ സമയമാണ് ബേക്കറിയിലെ മുതലാളി അവളെ വിളിച്ചു പറയാ, മകള് ദത്തെടുത്ത് കൊണ്ടുപോയിരുന്ന ഓസ്ട്രേലിയയിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നല്ലോ, അവരവളെയും തെരഞ്ഞുകൊണ്ട് ബേക്കറിയിൽ എത്തിയെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ജീന മകളിപ്പോൾ എവിടെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ജീനയാണേൽ മിസ്റ്റർ ബേക്കിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കാസറ്റുകളെല്ലാം പ്ലേ ചെയ്ത് നോക്കുന്ന നേരം അതിൽ മുഴുവനും അങ്ങേര് കുട്ടികളെ കൊല്ലുന്ന വീഡിയോസ് മാത്രമാണ്. ആ വീഡിയോസ് എല്ലാം അവളുടെ കേസ് പണ്ട് നോക്കിയിരുന്ന ഒരു ഡിറ്റക്റ്റീവ് ഇല്ലായിരുന്നോ, അങ്ങേരെ വിളിച്ചിട്ട് അവൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതെല്ലാം കണ്ട് അങ്ങേർക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കാണുന്നത് ആ പ്രാന്തനെ കെട്ടിവെച്ച ആ സ്കൂളില്ലേ, ഇടിഞ്ഞു പൊളിഞ്ഞ സ്കൂള്, അവിടേക്ക് ആ കൊല്ലപ്പെട്ട വീഡിയോയിൽ ഉണ്ടായിരുന്ന കൊല്ലപ്പെട്ട കുട്ടികളുടെ അച്ഛനമ്മമാരെയും വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ചു കൊണ്ടുവന്ന് ആ വീഡിയോസ് എല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടികളെല്ലാം എങ്ങനെയാണ് കാണാതായത് അല്ലെങ്കിൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നാണ് അവളിപ്പോൾ അവർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അതിലൊരു കുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ടില്ല, പകരം മുത്തശ്ശിയാണ് വന്നിട്ടുള്ളത്. ആ കുട്ടിയുടെ അമ്മ കുട്ടി മിസ്സായതിനെ തുടർന്ന് അതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. അച്ഛനാണ് നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. മുത്തശ്ശി ആ വീഡിയോ കാണുന്ന നേരം അവരുടെ കുഞ്ഞിനെ അങ്ങേര് തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അതാണെങ്കിൽ അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്നെല്ലാം കാണിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്ക് അവിടെയുള്ള അന്തരീക്ഷം തന്നെ മാറി. അവരെല്ലാവരും ഒട്ടും സഹിക്കാൻ തന്നെ പറ്റാതെ ആർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. ജീനയാണെ അവർക്ക് കരയാനുള്ള സമയമെല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം എല്ലാവരോടുമായിട്ട് പറയും, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2 വഴിയുണ്ട്. ഒന്ന്, നിയമപരമായി ഈ പ്രാന്തനെ നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്തൊരു ഡിറ്റക്റ്റീവ് കൂടെയുണ്ട്, ഞാൻ അങ്ങേരുടെ കയ്യിലേക്ക് ആ പ്രാന്തനെ കൈമാറാം. 2, അവന് പെട്ടെന്ന് തന്നെ ശിക്ഷയെല്ലാം കിട്ടി ഇവിടെ വെച്ച് തന്നെ അവൻ ഇല്ലാതെയാവണം. കൊല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അതെല്ലാം ചെയ്തു തീർക്കാം. മാത്രമല്ല അവൻ ഇത്രയും കാലം സമ്പാദിച്ചിരുന്ന സമ്പാദ്യം മുഴുവനും ഞാൻ എല്ലാവർക്കും വീതിച്ച് തരുകയും ചെയ്യും. അവൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരിൽ ആർക്കെങ്കിലും പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നാലോ, അതുകൊണ്ട് അവരൊന്നും പറയാതിരിക്കാനാണ് ആ സമ്പാദ്യങ്ങളെല്ലാം അവർക്ക് വീതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യാണ് അവനെ കൊല്ലണോ വേണ്ടേന്ന്. അങ്ങനെ സംസാരിച്ച് രാത്രിയാകും. പല ആളുകളും അവനെ കൊല്ലണമെന്ന് പറയുന്നുണ്ട്, എന്നാൽ കുറച്ചാളുകൾ അവനെ കൊല്ലണ്ടെന്ന് പറയുന്നുണ്ട്. ചിലര് അവന് നിയമപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ടെങ്കിലും പലരും അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം, അവൻ മരിക്കാനായി വീണ്ടും വീണ്ടും കുറെ കാലം കഴിയും. അവൻ ഇപ്പൊ തന്നെ മരിച്ചില്ലാതാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അവസാനം അവനെ കൊല്ലണം എന്ന് ആഗ്രഹമുള്ളവർ കൈപ്പൊക്കാൻ പറയുന്നേരം ഭൂരിഭാഗം ആളുകളും അവനെ കൊല്ലണമെന്ന് താല്പര്യമുള്ള ആളുകളാണ്. എന്നാൽ കുറച്ചാളുകൾക്ക് അവനെ കൊല്ലണം എന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഇവിടുന്ന് പുറത്തു പോയാൽ ചിലപ്പോൾ പോലീസിന് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജീന എല്ലാവരോടും പറയും, ഞാൻ 13.5 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്, അവിടെ വെച്ച് കൊലപാതകവും ചെയ്തിട്ടുണ്ട്. ആ വർഷത്തിനുള്ളിലാണ് ഈ മിസ്റ്റർ ബേക്കിനെ എങ്ങനെയാണ് പൂട്ടുക എന്ന് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പം അങ്ങനെയും ഞാൻ എൻ്റെ വരുതിയിലാക്കി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ഇനിയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ? ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആരെങ്കിലും പോലീസിൽ പറഞ്ഞു കൊടുത്താൽ അവൾ അവരെയും കൊന്നു കളയുമെന്നാണ്. എന്നാൽ അവരിവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു മൈക്ക് വഴി ആ പ്രാന്തനെ കെട്ടിവെച്ച റൂമിലേക്ക് ഒരു സ്പീക്കറിലൂടെ അവന് കേൾക്കാൻ പറ്റും. അവരെല്ലാവരും അവനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്ന നേരം അവനൊന്ന് പേടിക്കും. എന്തായാലും എല്ലാവരും കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീന എല്ലാവർക്കും ധരിക്കാനായി റെയിൻകോട്ടും കൂടെ തന്നെ കത്തിയും കൊടുക്കും. അവനെ കുത്തിയാണ് എല്ലാവരും കൊല്ലുക. അതായത് ആ കൊലപാതകം അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ആർക്കും അതിന്റെ പേരിൽ
കുറ്റബോധമൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അതിലൊരാള് അവരുടെ ഭാര്യ മരിച്ചു പോയതുകൊണ്ട് തന്നെ മകളുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. അങ്ങേരുടെ കയ്യിലാണെ ഒരു വലിയ കോടാലിയുണ്ട്. അത് വെച്ചാണ് അവനെ വെട്ടാൻ പോകുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടോക്കൺ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലേഡിയാണ് ആദ്യം അങ്ങേരെ കുത്താനായി പോകുന്നത്. വഴിയിൽ വെച്ച് ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് അവനെ കുത്തേണ്ടത്, എങ്ങനെയാണ് കത്തി കൊണ്ട് അവനെ കുത്തേണ്ടതെന്നെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ആ പ്രാന്തന്റെ മുന്നിലേക്ക് ചെല്ലുന്ന അവള് നീ എന്തിനാണ് ഈ കാര്യം ചെയ്തതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും പാപം ചെയ്യാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല. അത് കേൾക്കുന്ന അവള് ദേഷ്യത്തില് അവന്റെ തൊട തന്നെ കീറി പൊളിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വരിക. അടുത്തതായി രണ്ട് കുടുംബം ഒരുമിച്ചാണ് അവന്റെ അടുത്തേക്ക് കയറി ചെല്ലുക. അവന്റെ മുഖത്തേക്ക് നോക്കി അവരെന്തൊക്കെയോ സംസാരിക്കാനായി നിൽക്കുന്നുണ്ടെങ്കിലും അവസാനം അവരെല്ലാവരും കൂടി അവൻ അറഞ്ചം പുറഞ്ചം കുത്താൻ തുടങ്ങി. എന്നാൽ അവനെ കൊല്ലില്ല. എന്നാൽ ഈ ശബ്ദങ്ങളെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്ന കോടാലി കൊണ്ടുവന്നിരുന്ന ഒരച്ഛനില്ലായിരുന്നോ, അങ്ങേര് വിചാരിച്ചു അവരെല്ലാവരും കൂടി അവനെ കൊന്നു കളയോന്ന്. അതുകൊണ്ട് തന്നെ അങ്ങേര് അങ്ങോട്ട് ഓടിച്ചില്ല. കൊന്നിട്ടില്ലാന്ന് മനസ്സിലാവുന്നേരം അങ്ങേരും ആ കോടാലി വെച്ച് അങ്ങേരെ വെട്ടിക്കൂട്ടാൻ തുടങ്ങി. അങ്ങേരും അങ്ങേരെ കൊല്ലില്ല, പക്ഷെ വെട്ടിക്കൂട്ടി അവനെ ആവശ്യത്തിലധികം ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് അവരെല്ലാവരും. എന്നാൽ അവസാനമായി ചെല്ലുന്നത് ഒരു കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഇല്ലാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരു അമ്മച്ചിയാണ് വന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ അമ്മച്ചിയാണ് അവസാനമായി ചെല്ലുന്നത്. ഈ പ്രാന്തനെ കൊല്ലണോ വേണ്ടേന്ന് എല്ലാവരോടും ചോദിച്ചപ്പോൾ അമ്മച്ചിയും മറ്റൊരാളും കൂടെ മാത്രമാണ് അവനെ കൊല്ലണ്ടെന്ന് പറഞ്ഞിരുന്നത്. അതായത് നിയമപരമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മച്ചി അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ടെങ്കിലും അവനെയൊന്നും ചെയ്യില്ല. അങ്ങനെ മിണ്ടാതെയാണ് പുറത്തേക്ക് ഇറങ്ങി വരിക. പക്ഷെ അപ്പോഴാണ് ആ പ്രാന്തന്റെ ബോഡി നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ അമ്മച്ചി അവന്റെ കഴുത്തിന്റെ പിന്നിലൂടെ കത്രിക കുത്തിയിറക്കി അവനെ കൊന്നുകളഞ്ഞു. ശരിക്ക് ഏറ്റവും അവസാനമായി ജീനയാണ് അവനെ കൊല്ലാനായി വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മച്ചിയാണെങ്കിൽ അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ അവസാനമായി ജീനയാണ് അവനെ കൊല്ലാനായി വിചാരിച്ചതെങ്കിലും അവരിൽ എല്ലാവരിലൂടെയും കൂടെ ജീന തന്നെയാണ് അവനെ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് അവളിപ്പോ ശാന്തയാ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ആ റൂം ഇപ്പോൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. അവന്റെ ചോരയെല്ലാം അവർ ഒരു ബക്കറ്റിലേക്ക് മാറ്റും. അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞ് ഈ കൊലപാതകം അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്തതെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നൊരു ഫോട്ടോയും കൂടെ എടുക്കും. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം ആരും പുറത്തു പോയി പോലീസിനോടോ മറ്റാരോടോ ഒന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞാൽ തന്നെ അവരാരെങ്കിലും ഒരാൾ പെട്ടാൽ ബാക്കിയുള്ള എല്ലാവരും പെടും. അതുകൊണ്ട് ഈ ഒരു കാര്യം അവരൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ അപ്പം തന്നെ അവരെല്ലാവരും കൂടെ അവന്റെ ബോഡിയായിട്ട് ആ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങും. എല്ലാവരും പുറത്തിറങ്ങി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലേക്കാണ് ചെല്ലുക. അവിടെ വലിയൊരു കുഴിയെടുത്ത് അവന്റെ ബോഡിയും കൂടെ തന്നെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെല്ലാം അതിലേക്കിട്ട് അവർ മൂടാനായി നിൽക്കുന്ന നേരം ജീന ചെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണില്ലായിരുന്നോ, ആ ഗണ്ണ് വെച്ച് അവന്റെ മുഖത്തേക്ക് 2 ഷോട്ട് കൊടുക്കുക. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നാണ് ആ കുഴിയിലേക്ക് മണ്ണിട്ട് മൂടുക. അതെല്ലാം കാണുന്ന നേരം ജീനക്ക് സഹിക്കാനേ പറ്റില്ല. കാരണം ഒരേ അവസ്ഥയിൽ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് അവളുടെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ നേരെ ജീന ജോലി ചെയ്യുന്ന ബേക്കറിയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ എല്ലാവരും ഒരു വട്ടമേശയുടെ ചുറ്റും ഇരിക്കും. അവർക്കെല്ലാവർക്കുമായി ജീന തന്നെ ഉണ്ടാക്കിയ ഒരു കേക്കും അങ്ങോട്ട് കൊണ്ടുവരും. അവർക്കെല്ലാവർക്കും അവൾ തന്നെ അത് മുറിച്ചു കൊടുക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു പുനർജന്മമാണ്. അതുകൊണ്ട് തന്നെ അവർ ആസ്വദിച്ചാണ് ആ കേക്ക് കഴിക്കുക. കൂടെ ബർത്ത്ഡേ പാട്ട് കൂടെ എല്ലാവരും പാടും. അങ്ങനെ അത് കഴിഞ്ഞാൽ ജീന അവരുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ പ്രാന്തൻ പിടിച്ചു വാങ്ങിയിരുന്ന ടോയ്സുകളില്ലായിരുന്നോ കീ ചെയിനിൽ വെച്ചിരുന്ന, അതെല്ലാം അവർക്കെല്ലാം തിരിച്ചു കൊടുക്കും. അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ആർക്കും ഒന്നും സംസാരിക്കാനായി പറ്റില്ല. അവരെല്ലാവരും ശാന്തമായി ഒന്നും സംസാരിക്കാതെ എങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും സൈലന്റ് ആയാൽ അതിലൂടെ ഒരു മാലാഖ കടന്നു പോകുന്നു എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഒരു മാലാഖ ഉണ്ടെന്ന് അവരെല്ലാവരും വിശ്വസിക്കും. അങ്ങനെ നേരം പുലർന്നു വരുന്നേരം ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ആ പയ്യനില്ലേ, അവൻ അങ്ങനെ ബേക്കറിയിലേക്ക് കയറി വരുന്നേരം കാണുന്നത് കുറേ ആളുകൾ വട്ടമേശയ്ക്ക് ചുറ്റും അങ്ങനെ ഇരിക്കുന്ന. പെട്ടെന്ന് ഇങ്ങനെ കാണുന്നേരം അവൻ എന്താന്ന് മനസ്സിലാവില്ല. അവൻ ആകെ കൂടെ പേടിച്ച് നിൽക്കുന്ന നേരം അവരെല്ലാവരും ഓ മഞ്ഞ് ഇത്രയും വീണോ, സോറി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ അവരെല്ലാവരും വീട്ടിലേക്ക് പോവുക. കൂടെ തന്നെ ജീനയും പയ്യനോടൊന്നും സംസാരിക്കാതെ ബാഗ് എടുത്തുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളും അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. കൂടെ തന്നെ കയ്യിൽ ഒരു കേക്ക് കൂടെ അവൾ അവിടുന്ന് ഉണ്ടാക്കിയത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ പയ്യൻ അവളോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് എന്താണ് സംഭവിച്ചത്, അവൾ എന്തുകൊണ്ടാണ് മിണ്ടാതെ പോകുന്നതെന്ന് മനസ്സിലാക്കാനായി ആ പയ്യനും അവളുടെ തൊട്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് മഞ്ഞുകാലം കുറച്ചുകൂടെ കടുപ്പായിട്ടുണ്ട്. ഇതേ സമയം ജീനയുടെ മകള് അവളുടെ വീട്ടില് ജീനയുടെ വീട്ടില് ഓസ്ട്രേലിയൻ അച്ഛനമ്മമാരുടെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. ജീനയെ കണ്ട് യാത്ര പറഞ്ഞാൽ മാത്രമേ അവർക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ അവരിപ്പോ ജീനയെ കാത്തിരിക്കുക. എന്നാൽ മകളാണേല് രാത്രി സമയത്ത് അങ്ങനെ എഴുന്നേറ്റു. അമ്മയെ കാണാതെ അങ്ങനെ എഴുന്നേൽക്കാണ്. അവൾക്കറിയാം അമ്മ വലിയൊരു ദൗത്യത്തിനാണ് പോയിരിക്കുന്നത്. എന്നാൽ ഇതുവരെ അമ്മ തിരികെ വരാത്ത കാണുന്ന നേരം അവൾക്ക് ചെറിയൊരു പേടി. അതുകൊണ്ട് അമ്മയെ തെരഞ്ഞ് നേരെ ബേക്കറിയിലേക്ക് പോകാമെന്ന് അവളും വിചാരിക്കും. ഇവിടെ ജീന അങ്ങനെ മഞ്ഞിലൂടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് മകള് മഞ്ഞിലൂടെ ജീനയെ തെരഞ്ഞ് ബേക്കറിയിലേക്ക് വരുന്നത്.
വഴിയിൽ വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടി. ജീനയാണെ അവളെ കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കും. മകളെ കണ്ട സന്തോഷത്തിൽ ജീനക്കും ജീനയെ കണ്ട സന്തോഷത്തിൽ മകൾക്കും സന്തോഷം അടക്കി പിടിക്കാനായി പറ്റില്ല. അവർ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ജീന അവളുടെ കയ്യിലുണ്ടായിരുന്ന കേക്ക് മകളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്, മകളുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതൊരു തൂവെള്ള കേക്കാണ്. അതായത് ജയിലിൽ നിന്ന് പുറത്ത് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കേക്കില്ലേ, അതുപോലൊരു കേക്ക്. അത് മകൾക്കാണ് കൊടുക്കുന്നത്. മകളുടെ മനസ്സ് മഞ്ഞ് പോലെ കളങ്കമില്ലാതെ ശാന്തമാവട്ടെ എന്ന് വിചാരിച്ചാണ് ജീന അവൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മകള് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കും. കൂടെ തന്നെ കുറച്ചെടുത്ത് അമ്മക്കും കഴിക്കാനായി കൊടുക്കുന്നുണ്ടെങ്കിലും ജീന അത് കഴിക്കില്ല. അതെന്താന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് മകള് തന്നെയാണ് അത് വീണ്ടും കഴിക്കുക. ഈ സമയം അവരെല്ലാവരും കൂടെ മേലേക്ക് താഴേക്ക് വീഴുന്ന മഞ്ഞാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് ജീന ആ കേക്കിലേക്ക് അവളുടെ തല താഴ്ത്തി വെച്ച് ആർത്തിയിൽ അത് കഴിക്കാൻ തുടങ്ങുക. ആർത്തിയോടെ കഴിക്കുക. ഇനിയും പാപം ചെയ്യാനായി അവൾക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കാണുന്ന മകളാണേല് ജീനയുടെ തൊട്ട് പിന്നിൽ വന്ന് അമ്മയെ സമാധാനിപ്പിക്കാനായി കെട്ടിപ്പിടിക്കും. അങ്ങനെ ആ മഞ്ഞില് അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ലേഡി വെഞ്ചൻസ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രതികാരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയോ? അതായത് അധിക സിനിമകളിലും നമ്മൾ കണ്ടത് നമ്മുടെ ഹീറോയുടെയോ ഹീറോയിൻ്റെയോ വേണ്ടപ്പെട്ട ഒരാളെ ഒരു സൈക്കോ കില്ലറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാളോ കൊന്നാല്, അല്ലെങ്കിൽ ഹീറോക്കോ ഹീറോയിനോ ഒരു 8ന്റെ പണി കൊടുത്തവനെ അവർ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് ചെയ്യുക. എന്നാൽ ഈ പണി കൊടുത്തവൻ ഒരു കൊലയാളിയാണെങ്കിൽ അവൻ കൊന്നുകളഞ്ഞ മറ്റാളുകളുടെ കുടുംബങ്ങൾക്ക് അവനോട് പ്രതികാരം ചെയ്യാനായി പറ്റില്ല. എന്നാൽ ഈ സിനിമയിൽ ജീന ആദ്യം വിചാരിച്ചത് അവനെ ഒറ്റക്ക് കൊന്നുകളയാനാണ്, ആ പ്രാന്തനെ ഒറ്റക്ക് കൊന്നുകളയാനാണ് വിചാരിച്ചത്. പക്ഷെ അവൻ വേറെയും കുട്ടികളെ കൊന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ ഒരു പ്രതികാരം മറ്റുള്ളവർക്കും ആ കൊല്ലപ്പെട്ട കുട്ടികളുടെ കുടുംബക്കാർക്കും ചെയ്തു തീർക്കാനായി ഒരു വലിയ അവസരം തന്നെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരു വലിയ പ്രതികാരം മറ്റു വലിയ പ്രതികാരങ്ങളുടെ കൂടെ കൂടിച്ചേർന്ന് ഒരു മഹാപ്രതികാരമായി മാറി. അങ്ങനെ അവസാനം അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നത് ചെയ്ത് തീർക്കുകയും ചെയ്തു. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവര് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാത്തവര് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.